കൃഷ്ണ ഗുരുവായൂരപ്പ. സാക്ഷാൽ ശ്രീ ഗുരുവായൂരപ്പനെ ഒരു പ്രാവശ്യമെങ്കിലും തൊഴണമെന്ന് ആഗ്രഹമില്ലാത്ത ഒരു ഹിന്ദു മതവിശ്വാസിയും ഉണ്ടാവില്ല എന്നാണ് എൻ്റെ വിശ്വാസം. ഈ പറഞ്ഞു വന്നത് ഗുരുവായൂരപ്പനെ സംബന്ധിച്ചിട്ടുള്ള ഒരു ചെറിയ ഐതിഹ്യമാണ്. വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ അമ്മ പറഞ്ഞു കേട്ടിട്ടുള്ളതാണ്. ഗുരുവായൂർ അമ്പലത്തിൻ്റെ പരിസരത്ത് 3-4 കുട്ടികൾ, വികൃതിയായിട്ടുള്ള കുട്ടികളുണ്ടായിരുന്നു. അവർ ഒരു ദിവസം എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗുരുവായൂർ അമ്പലനടയിൽ നിന്ന് ഒരപ്പം കെട്ടു. ഒരപ്പം എടുത്തിട്ട് പോന്നു. ഇവരിത് 5 ആളും കൂടി പങ്കുവെച്ചു. 5 ആളും കൂടി പങ്കുവെച്ചപ്പോൾ അതിൽ ഒരാൾ പറഞ്ഞു, ഒരു കഷ്ണം ഗുരുവായൂരപ്പന് കൊടുക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ നോക്കിയപ്പോൾ ശരി എല്ലാവരും സംബന്ധിച്ച് ഒരു കഷ്ണം ഗുരുവായൂരപ്പനാണ് മാറ്റി വെച്ച്, ബാക്കിയുള്ളത് ഇവർ കഴിച്ചു. ഇത് എങ്ങനെയോ ദേവസ്വം ബോർഡിലെ ചില ആളുകൾ അറിഞ്ഞ് ഇവരപ്പം കെട്ടു എന്ന് മനസ്സിലായപ്പോൾ ഇവർ 5 പേരെയും കൂടി വിളിച്ച് ചോദിച്ചു ഉണ്ടോ. അപ്പോൾ അവർ പറഞ്ഞു സത്യമാണ്. അപ്പോൾ പറഞ്ഞു ഇവർക്ക് കൊടുക്കാവുന്ന ഒരൊറ്റ ശിക്ഷയുള്ളൂ, ഗുരുവായൂർ അമ്പലം 11 പ്രാവശ്യം കൂടുക എല്ലാവരും കൂടി. അവർ സമ്മതിച്ചു. അങ്ങനെ 11 പ്രാവശ്യം ഓടാൻ വേണ്ടി തീരുമാനിച്ചു ഇവർ. അപ്പോൾ ഒരാളെ ഇത് നോക്കാനേൽപ്പിച്ചു, ദേവസ്വം ബോർഡിൽ ഒരാളെ നോക്കാനേൽപ്പിച്ചു. അപ്പോൾ ഇവർ ഓടി തുടങ്ങി. 1 റൗണ്ട് ഓടി, 2 റൗണ്ട് ഓടി, 3 റൗണ്ട് ഓടി. 4ാമത്തെ റൗണ്ട് ഓടുമ്പോൾ 5 പേരിൽ ഒരാൾ കൂടുതലുണ്ട്, 6 പേരുണ്ട്. അപ്പോൾ ദേവസ്വം ബോർഡിൽ അയാൾക്ക് സംശയമായി, ഇതിപ്പോൾ 5 പേരല്ലോ, ഇതിപ്പോൾ 6 പേരുണ്ടല്ലോ. ഇയാളൊന്നും വേണ്ടിയില്ല. അവസാനം ഈ പ്രദക്ഷിണമൊക്കെ കഴിഞ്ഞ് വന്നു. ഇയാൾ പറഞ്ഞു അങ്ങനെ 6 പേര് ഓടിയിട്ടുണ്ട്, 5 പേരല്ലേ ഓടിയിരുന്നുള്ളൂ. പക്ഷേ എനിക്ക് തോന്നി 6 പേര് ഓടുന്നതായിട്ട് എനിക്ക് തോന്നി. എന്താണെന്ന് മനസ്സിലായില്ല അവന്. അപ്പോൾ ദേവസ്വം ബോർഡ് എന്ന് വിചാരിച്ചു പ്രശ്നം വയ്ക്കാം. പ്രശ്നം തന്നെ കൊണ്ടുവന്ന് പ്രശ്നം വെപ്പിച്ചു. പ്രശ്നം വെപ്പിച്ചപ്പോൾ പ്രശ്നത്തിൽ പറയുകയാണ്, ഗുരുവായൂർ അമ്പലത്തിൻ്റെ നടയിൽ നിന്ന് അവർ അപ്പം കിട്ടുന്നത് ശരിയാണ്, അവർ പങ്കുവെച്ചെടുത്തു എന്ന് ശരിയാണ്. പക്ഷെ ഒരു പങ്ക് അവർ എനിക്ക് തന്നു, അതുകൊണ്ട് അവർക്ക് കൊടുത്ത ശിക്ഷ എനിക്കും കൂടി ബാധകമാണ്. അപ്പം ഞാനും കൂടി അവരുടെ കൂടെ ഓടിയെന്നേ ഉള്ളൂ എന്ന് ഗുരുവായൂരപ്പൻ പറഞ്ഞു എന്നാണ് പറഞ്ഞത്. അതാണ് പ്രശ്നത്തിൽ കാണുന്നത്. അങ്ങനെ ഒരു കഥ കേട്ടിട്ടുണ്ട്. എന്താ പറയുക, എനിക്ക് വിശ്വാസമാണ്. വിശ്വസിക്കുന്നവരുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇത് പറയാൻ വേണ്ടിയിട്ടാണ്. നമസ്കാരം.